അത് ഈ അടുത്ത കാലത്ത് നമുക്കറിയാം മാർക്കോ എന്നൊരു സിനിമ. അത് ഇന്ത്യയിൽ നിരോധിക്കേണ്ട സിനിമയാണ്. കാരണം പക്ക വയലൻസ് ആണ്. റിട്ടയർഡ് SP എന്ന് പ്രത്യേകം. ജോർജ് ജോസഫ് തന്റെ സർവീസ് ജീവിതത്തിൽ ഒരിക്കലും SP ആയിട്ടില്ലെന്നും SP ആവാത്തയാൾ എങ്ങനെ റിട്ടയർഡ് SP ആകുമെന്നും അത് എന്നോടല്ല അവരോട് ചോദിക്കും. നമസ്കാരം. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ട് ക്ലിപ്പ് പറഞ്ഞാൽ റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒരുപാട് ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ കണ്ടുപരിചയമുള്ള കേട്ടോ. ഞാൻ ഒരുപാട് പുള്ളിയുടെ ചാനൽ ചർച്ചകൾ കാണാറുണ്ട്. എസ്പെഷ്യലി ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ടോപ്പിക്സ് ഇന്ന് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ ഇതെല്ലാം പുള്ളി പ്രൈം വിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ പുള്ളിയുടെ ചാനലാണെന്ന് അറിയില്ല, ഈ ഒരു ചാനലിലൂടെ വന്ന് പുള്ളിയുടെ അനുഭവങ്ങളും കാര്യങ്ങളും പറയാറുണ്ട്. ഒരു ലോ പെർസ്പെക്റ്റീവിൽ ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ എന്നുള്ള കണ്ടീഷനിൽ ക്രൈം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആയിരുന്നു എന്നുള്ള കണ്ടീഷനിലാണ് പുള്ളി കാര്യങ്ങൾ വിവരിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ് പുള്ളിയുടെ കാര്യങ്ങൾ. പുള്ളിയുടെ സംസാര രീതി, ഞാൻ കാര്യത്തിലേക്ക് വരാം, പക്ഷേ അതിന് മുന്നേ പുള്ളിയുടെ സംസാര രീതി എനിക്കിഷ്ടം. കാരണം വെച്ചാൽ അത് നമുക്ക് യാതൊരുവിധ വിയോജിപ്പില്ല. കാരണം വെച്ചാൽ ആ നിർത്തി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ശരിക്കും നമുക്കത് ഭയങ്കര എഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഈ ക്രൈം ഇൻവെസ്റ്റിഗേറ്റിംഗ് ത്രില്ലേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പുള്ളിയുടെ നറേഷൻ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന. പക്ഷേ പുള്ളി ഈ ഒരു കാര്യത്തിൽ, ഈ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയുടെ കാര്യത്തിൽ ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളി പറഞ്ഞു. അതായത് മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി നിരോധിക്കേണ്ടതാണെന്ന്. ആ ഒരു ക്ലിപ്പാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. അവിടെ ഈ വയലൻസ് ഇൻ മൂവീസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിബേറ്റിനുള്ള ടോപ്പിക്കാണ് കേട്ടോ, സീരിയസ്ലി. കാരണം വെച്ചാൽ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി എന്നാണോ മാർക്കോ ഈ ഒരു സർഫേസ് ചെയ്തത്, എന്നാണോ മാർക്കോ ഡിസ്കഷനിലേക്ക് വന്നത്, അന്ന് മുതലേ ഈ മൂവിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചാൽ മോസ്റ്റ് വയലൻറ്റ് മൂവി എന്ന് പറഞ്ഞിട്ടുള്ളത്. കേരളം കണ്ടത് വെച്ച് മോസ്റ്റ് വയലൻറ്റ് മൂവി, പക്ഷേ ഇൻഫാക്ട് ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വയലൻറ്റ് മൂവിയാണ്, ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വയലൻറ്റ് മൂവിയാണ് മാർക്കോ എന്ന് അവരും അവകാശപ്പെടുന്നു. കണ്ട നമുക്കും അതിൻ്റെ സ്ഥിതി. ഞാനും മാർക്കോ കണ്ടു. ചില സീൻസൊക്കെ നമ്മൾ കണ്ണടക്കേണ്ടി വന്നു. ഞാൻ ആ റിവ്യൂ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിലേക്ക് വീണ്ടും കിടക്കുന്നില്ല. പക്ഷേ ഈ ഒരു മൂവി ഒരു കാരണവശാലും പ്രദർശിപ്പിക്കാൻ പാടില്ല. അത് സർട്ടിഫിക്കറ്റ് കിട്ടിയ മൂവിയാണ്. അപ്പോൾ എന്താണ് ഈ സർട്ടിഫിക്കേഷൻ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ സർട്ടിഫിക്കേഷൻസിൽ ചില ലൂപ്പ് ഹോൾസും കാര്യങ്ങളും ഉണ്ടോ? ഈ സർട്ടിഫിക്കേഷൻ എന്തുകൊണ്ടാണ് മാർക്കോന് കിട്ടിയത്? എസ്പെഷ്യലി ഈ സർട്ടിഫിക്കേഷൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഒരു മൂവി ഇന്ത്യയിൽ പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു സർട്ടിഫിക്കേഷൻ വേണം, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ്റെ. അതിൽ ആണ് ഫസ്റ്റ്, അഡൾട്ട്സ് ഓൺലി. അതായത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാണാൻ പാടില്ല. ഓക്കെ, ഈ ഒരു സംഗതി മനസ്സിൽ വെക്കണം. മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാണാനേ പാടില്ല എന്നും പറഞ്ഞിട്ട് പ്രദർശനത്തിൽ എത്തിയിരിക്കുന്നത്. വേറൊരു സംഭവമുണ്ട്, ഇതിന് 18 വയസ്സിൽ താഴെയുള്ള ഒരുപാട് കുട്ടികൾ കണ്ടിട്ടുണ്ട്. ഇത് ആരാണ് ബ്ലോക്ക് ചെയ്യേണ്ടതെന്നുള്ളൊരു വേറൊരു ഇഷ്യൂ. ഇതിനെതിരെ ഒരു വ്യക്തി കേസ് കൊടുത്തിരുന്നു, യൂത്ത് കോൺഗ്രസ് ഒരാൾ കേസ് കൊടുത്തിരുന്നു. ആ കേസ് എന്തായി എന്നുള്ള സംഭവം അറിയില്ല, ഒത്തുതീർപ്പാക്കിയിരിക്കാം. ചിലപ്പോൾ അതിനെക്കുറിച്ചുള്ള വേറെ റിപ്പോർട്ട്സും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. എന്താണെന്നുണ്ടെങ്കിൽ അതൊരു ഭാഗത്ത് നടക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ വ്യക്തി, ഈ ജോർജ് ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള റിട്ടയർഡ് SP, പുള്ളി ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും പുള്ളി ഈ സിനിമയെ കുറിച്ച് എന്താ കാര്യങ്ങളെന്ന് പറയാം. പുള്ളി ഇത് സംസാരിക്കാനുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, തൃശ്ശൂർ 14 വയസ്സുള്ള 2 പയ്യന്മാർ അല്ലേ, ഒരു മനുഷ്യനെ കുത്തി അല്ലേ, 14 വയസ്സുള്ളൊരു പയ്യൻ ഒരു 30 വയസ്സുള്ളൊരു വ്യക്തിനെ പെൺ സുഹൃത്തുക്കളുമായി ആ സമയത്ത് എന്തിനു പോകുന്നു എന്നുള്ള സിറ്റുവേഷൻ ചോദ്യം ചെയ്തു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് വാക്കുകൾക്കുണ്ടായി. അതിൽ നെഞ്ഞത്ത് ഒറ്റ കുത്തിന് പണി തീർത്തു. ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് ഈ വ്യക്തി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പുള്ളി ഇതുമൊന്ന് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത് വയലൻസ് ഇൻ മൂവീസ് പ്ലസ് അതിനെ മാർക്കോനെയും കൂടി പിടിച്ചിട്ടാണ്. മാർക്കോ നിരോധിക്കേണ്ട പടമാണ്, അതിന് എങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നും പുള്ളി ചോദിക്കുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും എന്താണ് ഈ ജോർജ് ജോസഫ് സാർ പറഞ്ഞു എന്നുള്ളൊരു കാര്യം കേട്ടോ. അതെ, ഈ അടുത്ത കാലത്ത് നമുക്കറിയാം മാർക്കോ എന്നൊരു സിനിമ. അത് ഇന്ത്യയിൽ നിരോധിക്കേണ്ട സിനിമയാണ്. കാരണം പക്ക വയലൻസ് ആണ്. ആ വയലൻസ് ചെയ്യുന്ന ആൾക്കാരെ ഹീറോകളായിട്ടാണ് കുട്ടികൾ കാണുന്നത്, സ്കൂൾ കുട്ടികളെല്ലാം കാണുന്നത്. ആ വയലൻസിന്റെ അതിന്റെ ടോപ്പിലെത്തുന്ന ആ ക്രിമിനലായ നടന്മാര്, അല്ലെങ്കിൽ ക്രിമിനലായ ആക്ടർ, അല്ലെങ്കിൽ ക്രിമിനലായ കഥാനായകൻ, അയാളെ ആരാധിക്കുന്ന കുട്ടികളാണ് നമ്മുടെ കോളേജിലും സ്കൂളിലും ഉള്ളത്. മാർക്കോയിൽ അത് തന്നെ നടക്കുന്നത്. മനുഷ്യ ശരീരത്തെ വെട്ടിമുറിക്കുന്നതും അതുപോലെ കുട്ടികളെ കെട്ടിത്തൂക്കി കൊല്ലുന്നതും അവരുടെ കൈ അല്ലെങ്കിൽ അറുത്തു മാറ്റുന്നതും ശരീരം 5-6 കഷ്ണങ്ങളാക്കി മാറ്റുന്നതും ചെവി കടിച്ചു പറിക്കുന്നതും ഇങ്ങനെ രീതിയിലുള്ള വയലൻസുകളാണ് പൊതുവെ ആ മാർക്കോ സിനിമയിൽ ഉണ്ടാകുന്നത്. ആരാണ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? അത് സർട്ടിഫിക്കറ്റിന്റെ പരിധി വരുന്നില്ല. ഇത് ഇന്ത്യയുടെ സംസ്കാരത്തിനും പൈതൃകത്തിനും ഭരണഘടനയ്ക്കും എതിരാണ്. ആ രീതിയിലുള്ള സിനിമ ആരാണ് പുറത്തുവിട്ടത്, സർട്ടിഫിക്കറ്റ് ആരാണ് കൊടുത്തത്, അത് കോടതി പരിശോധിക്കണം. കാരണം അങ്ങനെ ഇന്ത്യയിൽ സിനിമാറ്റോഗ്രാഫി ആക്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സമൂഹത്തിനെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവണതകളുള്ള അതുപോലെ വയലൻസ് പുറത്തുവിട്ട് അത് ചെയ്യുന്ന ആൾ ഹീറോ ആയിട്ടും കുട്ടികളുടെ മനസ്സിൽ പതിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമ നിരോധിക്കണം. അത് സിനിമയുടെ കളക്ഷനെ പറ്റി 100 കോടി കവിഞ്ഞു 500 കോടി കവിഞ്ഞു എന്നൊക്കെ ഉള്ള പ്രചരണങ്ങളും ആഹ്ലാദങ്ങളും ഒക്കെ നമ്മൾ കാണുമ്പോൾ അതല്ല, സമൂഹം നശിച്ചു പോകുന്നത് ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ഇപ്പോൾ തൃശ്ശൂർ ഉണ്ടായത്.
14-കാരന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ ഒരു മേജറായ ആരോഗ്യമുള്ള ഒരാൾ നെഞ്ചു നോക്കി കുത്തുകയാണ്. കാരണം അവര് സമൂഹത്തിലെ ഒരു മെച്ചുറായിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ 21 വയസ്സ് അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്ന കഴിയുന്ന ആൾക്കാർ ഈ രീതിയിലുള്ള പ്രവൃത്തികള് ഈ കുട്ടികൾ 14-15 വയസ്സുള്ള കുട്ടികൾ കാണിക്കുമ്പോൾ സമൂഹത്തിൽ ഇടപെടും. സാമൂഹ്യ ബോധമുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്ത ബോധം തോന്നുന്ന ഒരാൾ ലിബിൻ അത് ചലഞ്ച്. ഈ സിനിമയിൽ വയലൻസ്, സിനിമ എന്നൊരു മാധ്യമം ഡെഫിനറ്റ്ലി ആൾക്കാരെ സ്വാധീനിക്കും, ചെറിയൊരു ശതമാനം ആൾക്കാരെ സ്വാധീനിക്കും, കുട്ടികളെ സ്വാധീനിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, എന്നും പറഞ്ഞ് സിനിമ കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ മാർക്കോന് വയലൻസ് ഉണ്ടായതുകൊണ്ട് നാളെ പിറ്റേ ദിവസം രാവിലെ കുട്ടികളൊക്കെ ഇറങ്ങി പിടിച്ചിട്ട് എല്ലാവരും മറ്റേ ഈ മരം മുറിക്കണ കട്ടർ കൊണ്ട് കയറി മുറിക്കും എന്നുള്ളതും ചെവി കടിച്ച് പറിക്കും എന്നുള്ളതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ പുള്ളി ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, പുള്ളി ഇതിനെ ഈ മാർക്കോ മൂവീനെ നിരോധിക്കണം, അത് സംസ്കാരത്തിനെതിരാണ്, അങ്ങനത്തെ പല കാര്യങ്ങളും പുള്ളി പറയുന്നുണ്ട്. ഈ ഒരു പോലീസുകാരനായിട്ടുള്ള പുള്ളിക്ക് അറിയില്ല എത്ര കാലങ്ങളായിട്ട് ഇവിടെ ക്രൈമൊക്കെ നടക്കുന്നുണ്ട്. പുള്ളി സർവീസിലിരിക്കുന്ന സമയത്ത് പുള്ളി എത്രത്തോളം കേസുകൾ തെളിയിക്കുക മാത്രമല്ലല്ലോ ഒരു പോലീസുകാരൻ്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? ഒരു പോലീസുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹാസ് ടു സ്റ്റോപ്പ് ക്രൈംസ്. പുള്ളി ഇവിടുത്തെ നിയമപാലകൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ പിന്നെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ പോലീസ് സർവീസിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പുള്ളിയൊക്കെ സർവീസിലിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ക്രൈംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ, അല്ലേ? പുള്ളി അങ്ങനത്തെ ഒരു ഇതായിരുന്നോ എനിക്കറിയില്ല. എന്താണെന്നുണ്ടെങ്കിൽ പുള്ളി ഇതിനെ കണക്ട് ചെയ്യുന്നത് നേരെ തൃശ്ശൂർത്തെ ഇൻസിഡൻ്റ് ആയിട്ടാണ്. തൃശ്ശൂർ ഇൻസിഡൻറ്റിൽ വളരെ സിമ്പിളായിട്ട് അറിയാം, ഇതിൽ മേജറായിട്ട് പ്ലേ ചെയ്ത കാര്യം ഡ്രഗ്സാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ മാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് സിനിമ കണ്ടിട്ട് ഇത്രയും ക്രിമിനലായി മാറിയ കുട്ടികളല്ലാതെ സ്കൂളിൽ വയലൻസ് കാണിച്ച ഒരു കുട്ടിയെ മാരകമായി ഉപദ്രവിച്ചതിനാണ് ആ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്. മറ്റേയാളും സമാന രീതിയിലുള്ള കുറ്റകൃത്യത്തിലാണ് സ്കൂളിൽ നിന്ന് ഒഴിവാക്കിയത്. ഇവര് കഞ്ചാവിന് അടിമയാണ്, ഡ്രഗ്സിന് അടിമയാണ്, 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണെന്ന് വിചാരിച്ചോണം. ഈ ഒരു സംഭവം നമ്മുടെ നാടിനെ നടത്തി. കാരണം കുട്ടികളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് എന്തുകൊണ്ടാണ് കേരള സമൂഹത്തിൽ കുട്ടികളെല്ലാം വയലൻസിലേക്ക് നീങ്ങുന്നത്? ഇവിടെ രാഷ്ട്രീയം. യെസ്, പുള്ളി ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പുള്ളിയുടെ വർത്തമാനത്തിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം പറഞ്ഞു. ഈ കുട്ടികൾ പണ്ട് മുതലേ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടും ഒരുപാട് വയലൻസ് ഉണ്ടായിട്ടും അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ സിറ്റുവേഷൻ ആണെന്നുള്ളത്. ഇനി ഞാൻ ആദ്യം കാണിച്ചൊരു ക്ലിപ്പ് ഉണ്ട്, ഈ റിട്ടയർഡ് SP എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലേബൽ വെച്ചിട്ട് പുള്ളി ചർച്ചകൾ വരുന്നതിൻ്റെ. ഇത് 2 വർഷം മുന്നേ ഇറങ്ങിയിട്ടുള്ള ഒരു ക്ലിപ്പാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. റിട്ടയർഡ് SP എന്ന് പറയുന്ന പ്രത്യേകം ജോർജ് ജോസഫിനെതിരെ ആരോപണവുമായി DYFI നേതാവ് KS അരുൺകുമാറാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ 10 വർഷമായി റിട്ടയർഡ് SP എന്ന പേരിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നു. മാതൃകാ പോലീസുകാരനായി ചാനൽ റൂമിൽ ഇരുന്ന് തള്ളുന്ന ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് സർവീസ് ജീവിതത്തിൽ ഇദ്ദേഹം SP ആയിട്ടില്ല എന്ന് കണ്ടെത്തിയത് എന്നും അരുൺകുമാർ പറയുന്നു. മാത്രമല്ല, സർവീസിൽ ഇരുന്നപ്പോൾ പല തവണയായി അദ്ദേഹം അച്ചടക്ക നടപടികൾക്ക് വിധേയനായിട്ടുണ്ട്. 3 തവണ സസ്പെൻഡ് ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ വേതന വർധനവ് 4 തവണ തടഞ്ഞിട്ടുണ്ട്. ഇൻക്രിമെന്റ് തടയുക എന്ന് പറയും. ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും രേഖകളും ഇദ്ദേഹം പുറത്തുവിടുന്നുണ്ട്. റിട്ടയർഡ് SP എന്ന പേരിൽ 10 വർഷമായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നു. സർവീസ് ജീവിതത്തിൽ SP, അതായത് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആകാത്തയാൾ എങ്ങനെ SP ആകും? സർവീസിൽ ഇരുന്നപ്പോൾ വിവിധ തോന്നിയമാസങ്ങളുടെ പേരിൽ താഴെ പറയുന്ന നടപടികൾ ഏറ്റുവാങ്ങി. 25/9/82 സർവീസിൽ നിന്ന് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. 4/12/81 6 മാസത്തേക്ക് ഇൻക്രിമെന്റ് തടഞ്ഞു. 1/1/85 വാർഷിക വേതന വർധനവ് 3 വർഷത്തേക്ക് തടഞ്ഞു. അതുപോലെ 4/4/92 മുതൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 17/6/94 അടുത്ത വാർഷിക വേതന വർധനവ് 1 വർഷത്തേക്ക് വീണ്ടും തടഞ്ഞു. 26/9/94 ഒരു സെൻഷർ നൽകി. 7/10/94 അടുത്ത വാർഷിക വേതന വർധനവ് 1 വർഷത്തേക്ക് തടഞ്ഞ് വീണ്ടും ഉത്തരവായി. യെസ്, ഇത്ര അധികം ചാർജസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു പുള്ളി, ഈ ഒരു റിട്ടയർഡ് SP. ഓക്കെ, ഇനി ഈ ഒരു മൂവീനെ കുറിച്ച് ജഗദീഷ് ചേട്ടൻ്റെ ഒരു ഡയലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് പുള്ളി സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞോ എന്നുള്ള അറിയില്ല. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്ലഡ് ഷെഡ് ഒന്നും ഈ മൂവിയിൽ ശരിക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. കേട്ടോന്നറിയില്ല, ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. ഇത് വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചിത്രമല്ല. ഞാൻ ആദ്യമേ തന്നെ എന്റെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, 18 വയസ്സിന് താഴെയുള്ളവർ ഒരു കാരണവശാലും ഈ ചിത്രം കാണാൻ വരരുതെന്ന് ഞാൻ ആദ്യമേ റിക്വസ്റ്റ് ചെയ്യും. ഞാൻ ബേസിക്കലി വയലൻസിന് എതിരായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇത് കഥ ആണ് ഇതിന്റെ ഈ വയലൻസിനുള്ള ജസ്റ്റിഫിക്കേഷൻ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആ രീതിയിൽ കലാസൃഷ്ടി എന്ന രീതിയിലാണ് ഇത്രയധികം വിജയിച്ചിട്ടുള്ളത്. ഇതിലെ ഒറിജിനൽ ബ്ലഡ് വീണിട്ടില്ല, ഒരു വയലൻസും ഇല്ല. ഇതിന്റെ ഷൂട്ടിംഗ് സമയത്ത് ആരെയും കൊന്നിട്ടില്ല, ആരെയും മർദ്ദിച്ചിട്ടില്ല. അപ്പൊ മർദ്ദിച്ചു എന്ന് തോന്നുകയാണ്, അത് അഭിനയിക്കുകയാണ്. കൊന്നു എന്ന് തോന്നുകയാണ്, മരിച്ചു എന്ന് തോന്നുകയാണ്. ആ തോന്നിപ്പിക്കലാണ് കലാസൃഷ്ടി. ഇതൊരു ട്രോൾ എന്നാണ് കേട്ടോ ഞാൻ എടുത്തത്.
ആ ഒരു ട്രോളിൽ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പുള്ളി വളരെ സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞു എന്നുള്ള കണ്ടീഷനാണ് തോന്നുന്നത്. വാട്ട് എവർ എന്താണെന്നുണ്ടെങ്കിലും ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന വേറൊരു സംഗതിയും കൂടി ഉണ്ട്. നമ്മുടെ ശാന്തിവിള ദിനേശൻ്റെ ഒരു ഈ റിട്ടയർഡ് എസ് പിനെ കുറിച്ച് പറയുന്നത് കുറച്ച് പഴയ ക്ലിപ്പാണ് കേട്ടോ. ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ആ ഒരു റിട്ടയർഡ് എസ് പി എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കുറച്ച് പഴയ 2 വർഷം മുന്നത്തെ ക്ലിപ്പാണ്. ഇതിപ്പോൾ എന്നിറങ്ങിയെന്നറിയില്ല. എന്താണെങ്കിലും ആൾക്കാർ ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് ഇതും കൂടി ചേർത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഈ മാർക്കോനെ പറ്റി പറഞ്ഞ കാര്യങ്ങളും ഈ ശാന്തിവിള പുള്ളിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളും കൂടി ഒരുപാട് പേര് ചേർത്ത് വെച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജീവിതകാലം മുഴുവൻ സർവീസിലിരുന്ന് പോക്കൃത്തനങ്ങൾ കാണിച്ചിട്ടുള്ള ഒരുത്തൻ ഇപ്പോ യൂട്യൂബ് നടത്തിയിട്ട് പറഞ്ഞോണം കേൾക്കാൻ. സുകുമാരക്കുറുപ്പ് ദേഹത്ത് എണ്ണ ഇട്ടിരുന്നോണ്ട് മാത്രം എനിക്ക് പിടിക്കാൻ പറ്റില്ല. ബാക്കി ഞാൻ പിടിച്ച കംപ്ലീറ്റ് കേസ് ഞാൻ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെ പൊങ്ങച്ചം അടിക്കുന്ന പുളു അടിക്കുന്ന ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ എനിക്ക് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ റിട്ടയർ ആയ ഒരുപാട് ആളുകളുമായിട്ട് എനിക്ക് സൗഹൃദമുണ്ട്. അത് കൊല്ലത്തും കോഴിക്കോട്ടും ഒക്കെ ഒരുപാട് പേരുണ്ട് എനിക്ക് സൗഹൃദം. ഞാൻ അവരുടെയൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നതാണ് കേൾക്കാൻ ഇയാൾ സർവീസിൽ ഇരുന്നപ്പോൾ കാണിച്ചിട്ടുള്ള കുഴപ്പങ്ങൾ. പക്ഷെ അയാൾ പറയുന്നത് എനിക്ക് ആകെ പിടിക്കാൻ പറ്റാതെ പോയത് ആ സുകുമാരക്കുറുപ്പിന് മാത്രമാണ്. അയാൾ ദേഹം മുഴുവൻ നല്ല എണ്ണ അതുകൊണ്ട് പിടിക്കാൻ പറ്റില്ല, വൈദികളാണ് എന്നാണ് പറയുന്നത്. ഇതുപോലെ കള്ളം പറയുന്ന ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് എന്തൊക്കെ പറയുന്നു ദൈവം നമ്പരാനും പോലും അറിയില്ല ഇയാൾ പറയും. അങ്ങനെയാണ് ഇയാൾ മനോരമയിൽ വെച്ച് എന്നെ എറിയാൻ നോക്കി. എറിഞ്ഞിരുന്നെങ്കിൽ ആ ക്യാമറ പോകും, അത്രയും. എന്റെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ചവിട്ടിക്കൂട്ടി എന്തെങ്കിലും കാണിക്കട്ടെ. അപ്പോൾ എന്താണെങ്കിലും ഒരു കാര്യം മാർക്കോൻ്റെ വയലൻസ് റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. ഈ മൂവിക്ക് പേ സർട്ടിഫിക്കറ്റ് കിട്ടി 18 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ കയറ്റാൻ പാടില്ല എന്നൊന്നും കുട്ടികളൊക്കെ പോയി കാണുന്നുണ്ട്. കുറേ ഒരുവിധം മക്കളൊക്കെ ഈ പടം വയലൻസ് ഇഷ്ടപ്പെടുന്ന പടം കാണാൻ ഇഷ്ടപ്പെടുന്ന മക്കളൊക്കെ ഒരുവിധം കയറി കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പടം OTTയിൽ വരുന്ന സമയത്ത് ഇതിൽ ഏകദേശം 30 മിനിറ്റോളം ആരുടെയൊക്കെയോ സീൻസ് ഉണ്ട്. പ്ലസ് ഒരുപാട് വയലൻസ് ആയിട്ടുള്ള ഒരുപാട് എക്സ്ട്രീം വയലൻസുള്ള ഒരുപാട് സീൻസ് ഇതിന്ന് റിമൂവ് ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട്. ഈ റിമൂവ് ചെയ്യപ്പെടുന്ന സീൻസൊക്കെ OTTയിൽ വരുന്ന സമയത്ത് എല്ലാം ടെലികാസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് OTTയിൽ വരുന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ കാണില്ലേ, ഈ 18 വയസ്സ് താഴെയുള്ള കുട്ടികളൊക്കെ ഈ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലുള്ള എക്സ്ട്രീം വയലൻ്റ് ആയിട്ടുള്ള സീൻസ് ഒന്നും കാണില്ലേ. ഇത് ആരാ ശ്രദ്ധിക്കുക? ഇത് ശ്രദ്ധിക്കേണ്ട ഇവിടുത്തെ പാരൻസ് അല്ലേ. പാരൻസ് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലുണ്ട് ഒരു 18 വയസ്സിന് താഴെയുള്ള ഒരുത്തൻ. അവൻ ഇപ്പോൾ മാർക്കോ അവിടെ പോയി കാണാൻ പറ്റാത്തതുകൊണ്ട് അവൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ OTTയിൽ വരുന്ന സമയത്താണ്. അപ്പോൾ OTTയിൽ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ മകൻ അങ്ങനെ വയലൻസിലേക്ക് പോകണ്ട, ഇത് കണ്ടിട്ട് ഒരു സിനിമ കണ്ടിട്ട് മകൻ വയലൻസിലേക്ക് പോവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇവനെ ഈ പടം കാണിക്കാൻ പാടില്ല. ഞങ്ങൾ വീട്ടിൽ പറയണം നിർബന്ധമായിട്ടും OTTയിൽ വരുന്ന സമയത്ത് മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി എന്താ പറയുക അവനെ കാണിക്കരുത് എന്നുള്ള ഞങ്ങൾ തീരുമാനിക്കണം അല്ലേ. ഈ ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ട്. അതിനൊക്കെ എന്താണ് ഇവരെ പോലത്തെ ആൾക്കാർ ക്ലാരിഫിക്കേഷൻ തരിക എന്നുള്ള അറിയില്ല. എന്താണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ബേസിക്കായിട്ട് ഇത്രേ പറയാനുള്ളൂ. മലയാള സിനിമയ്ക്ക് ഒരു കാലങ്ങളായിട്ട് പല വയലൻസ് സീൻസും മൂവിയിലുണ്ട് അല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം, ജയസൂര്യയുടെ ഒരു മൂവി ഉണ്ടല്ലോ, ജയസൂര്യയുടെ കുട്ടിക്കാലത്ത് തൃശ്ശൂർ മറ്റേ പുള്ളുഗിരി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. ഏതാണ് ആ മൂവി? തൃശ്ശൂർ പൂരം. അതിൽ ചെറിയൊരു കുട്ടിയായിരിക്കുമ്പോൾ മൈനറായിരിക്കുന്ന ജയസൂര്യാണ് പട്ടിയുടെ വായിൽ കത്തിയെടുത്ത് കുത്തിയിട്ട് പേപ്പട്ടിനെ കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചിട്ട് ഒരാളെ കൊല്ലുന്നത്. അപ്പോൾ അത് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ വയലൻസ് കാണിക്കുന്ന ഒരു കുട്ടി അല്ലേ. അതുപോലെ പിന്നെ ചാക്കോ മാഷൻ്റെ അപ്പനല്ല എന്ന് പറഞ്ഞിട്ട് കഴുത്ത് കുത്തി മറ്റൊരു മൈനർ കുട്ടീനെ കുത്തി ഓടുന്ന ഇത്, കിരീടത്തിൽ ലാലേട്ടനെ കൊല്ലുന്നത് ഒരു ചെറിയ കുട്ടിയാണ്. അങ്ങനത്തെ പല സിനിമകളും പണ്ട് കാലങ്ങളേ വന്നിട്ടുണ്ട്. അന്ന് മിക്കവാറും ഇയാളൊക്കെ സർവീസിലുണ്ടായിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ചാനൽ ചർച്ചയിലായിരിക്കില്ല, അന്നൊക്കെ സർവീസിലുണ്ടായിരിക്കും അല്ലേ. പിന്നെ ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന കോടതിയും കാര്യങ്ങളൊന്നും ഇല്ലേ. എന്തായാലും മാർക്കോ പറഞ്ഞ പോലെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ തന്നെ ഓടട്ടെ. ഉണ്ണിമൂന്തനും ടീമിനും എല്ലാവർക്കും, പ്രൊഡ്യൂസർ ഡയറക്ടർ, അതിൻ്റെ മേലെ ഇന്നൊരു ഉണ്ണിയുടെ ഒരു ഇതുണ്ട്. അയാൾ പിന്നെ ലാസ്റ്റ് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെയൊക്കെയാണ് പുള്ളി ആ ഒരു സീൻ ചെയ്തത്. ഉണ്ണിമൂന്തൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ടെക്നീഷ്യൻസും എല്ലാവരും ഒരുപാട് പേര് ആ മൂവിയുടെ പുറകെ ഉണ്ട്. അതൊരു പാൻ ഇന്ത്യൻ സക്സസ് ആണ്. ഇനി നാളെ അത് വേൾഡ് തന്നെ റെക്കഗ്നൈസ് ചെയ്യപ്പെടേണ്ട മോസ്റ്റ് വയലൻറ്റ് ആൻഡ് ബ്രൂട്ടൽ മൂവി ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയതാണത്. അപ്പോൾ അത് വെച്ചിട്ട് അഭിമാനിക്കുന്നതിന് പകരം ഇതുപോലുള്ള കുഴുക്കുത്തുകളും കുത്തിത്തിരിപ്പുകളും കൊണ്ട് ആൾക്കാർ വരാതിരിക്കില്ല, വരട്ടെ, അവരൊക്കെ വരണം. എന്നാലല്ലേ നമുക്കൊക്കെ പണി ഉണ്ടാവുള്ളൂ അല്ലേ. വളരെ നമുക്കിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും ഒരു ഇതുണ്ടായിരിക്കുള്ളൂ.